വിശദമായ വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടി നൽകിയ സ്വകാര്യ അപ്പീൽ ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ അഭിഭാഷകർ കോടതിയെ സമീപിക്കുന്നു. ജസ്റ്റിസ് ഉബൈദിന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന ഹർജി അപ്പീൽ ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി താജുദ്ദീൻ, നിയമകാര്യ ലേഖകൻ, ഞങ്ങളോടൊപ്പം ചേരുകയാണ്. താജു, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്? അഭിഭാഷകൻ തികച്ചും അസാധാരണമായ സംഭവവികാസങ്ങളാണ് ഹൈക്കോടതിയിൽ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനും വേണ്ടി ഹർജി സമർപ്പിക്കാൻ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ രാവിലെ എത്തി കോടതിയുടെ അനുമതി വാങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. തികച്ചും അസാധാരണമായ സംഭവമാണ്. ഇന്ന് കേസ് ഫയൽ ചെയ്ത് ഇന്ന് തന്നെ വാദം കേൾക്കാനുള്ള സാഹചര്യം കോടതിയുടെ അനുമതി ആവശ്യമില്ല എന്നിരിക്കെ ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ചിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെയും ഒപ്പം തന്നെ ആര്യാടൻ മുഹമ്മദിന്റെയും അഭിഭാഷകൻ കോടതിയിലെത്തി ഇന്ന് തന്നെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യം തന്നെ ഇന്ന് ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതിനാൽ ഇന്ന് തന്നെ ഹർജി ഫയൽ ചെയ്യുകയും അന്ന് തന്നെ വാദം കേൾക്കാനും പ്രത്യേകം അനുമതി ആവശ്യമില്ലെന്നിരിക്കെ ജസ്റ്റിസ് ഉബൈദിന്റെ അടുക്കൽ നിന്നും ബെഞ്ചിൽ നിന്നും ഇത്തരം ഒരു അനുവാദം വാങ്ങുന്നത് ജസ്റ്റിസ് ഉബൈദ് തന്നെ ഈ കേസ് പരിഗണിക്കുന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയെന്നാണ് നിയമവൃത്തങ്ങളിൽ ആക്ഷേപം ഉയരുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനും വേണ്ടി ഹർജി ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്ന അസാധാരണമായ ആവശ്യമാണ് ഇന്ന് അഭിഭാഷകൻ കോടതിയിൽ മുമ്പാകെ എത്തി ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ചിൽ ആവശ്യപ്പെട്ടത്. അതിന് അനുവാദം ആവശ്യമില്ല എന്നിരിക്കെയാണ് ഇന്ന് രാവിലെ തന്നെ അനുമതി ആവശ്യം ഉന്നയിച്ചത്. ഒരു ഹർജി അടിയന്തരമായി ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്നും അത് ഇന്ന് തന്നെ വാദം കേൾക്കണമെന്നുമുള്ള അനുമതി ആവശ്യപ്പെടുകയായിരുന്നു. അഭിഭാഷകന്റെ ആവശ്യം കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം ഒരു അനുമതി ലഭിച്ചാൽ ആ ബെഞ്ചിൽ തന്നെ ഈ കേസ് വരും എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് അഭിഭാഷകൻ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇത്തരം തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നതിന് പ്രത്യേകം അനുമതി ആവശ്യമില്ല. 12 മണിക്ക് മുമ്പ് ഏതൊരു ഹർജിയും ഫയൽ ചെയ്താൽ അന്ന് തന്നെ വാദം കേൾക്കുമെന്നിരിക്കെ ഇത്തരം ഒരു പ്രത്യേക അനുമതി ആവശ്യപ്പെട്ടത് ഈ ബെഞ്ച് തന്നെ കേസ് വാദം നടത്തും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്ത നടപടിയാണ് എന്ന് അതായത് കെ ബാബുവിനെതിരായ ഉത്തരവും അല്ലെങ്കിൽ അതേ സംബന്ധിച്ചുള്ള സ്റ്റേയും ഇതേ ബെഞ്ചിൽ നിന്നാണ് ഉണ്ടായത്. അതേ ബെഞ്ചിൽ തന്നെ കേസ് പരിഗണിക്കണമെന്ന് ഉമ്മൻചാണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് ഒട്ടേറെ അഭ്യൂഹങ്ങളും ചർച്ചകളും വാർത്തകളും ഉയരുന്ന ഘട്ടത്തിൽ കൂടി തീർച്ചയായും അത്തരം വിഷയങ്ങളിലേക്ക്, കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകുന്നത് ഉചിതമല്ലായിരിക്കാം. പക്ഷേ ഈ വിജിലൻസിന്റെ ഈ കോടതി വിധിയെ സ്റ്റേ ചെയ്യുക എന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം ഒരുപക്ഷെ രാഷ്ട്രീയമായി ഏറ്റവും അനിവാര്യമായി നിൽക്കുന്നു. കോൺഗ്രസിനുള്ളിലും UDF-ലും കേരള രാഷ്ട്രീയത്തിലും പൊതുവെ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സ്വാഭാവികമായും നീങ്ങുക, ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും പ്രതി എന്നുള്ള നിലയിൽ, കുറ്റാരോപിതൻ എന്നുള്ള നിലയിൽ സാധൂകരിക്കാം. പക്ഷേ ഇത് കീഴ്വഴക്കങ്ങളെ ലംഘിക്കുന്ന എന്തൊക്കെ നിയമ നടപടികളെയാണ് ഇതുവഴി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? താജുദ്ദീൻ. അഹിംസ തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ടാവാം ഇത്തരം ഒരു അസാധാരണമായ നടപടി ഇവിടെ താജുദ്ദീൻ ദയവായി തുടരുക. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോടൊപ്പം താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണ്. ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിലേക്ക് തന്നെ ഈ കേസ് പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്സുകത ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. എങ്ങനെ കാണാം ഇതിനെ? ഹലോ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ. കാരണം വിജിലൻസ് കോടതി അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിന്റെ ന്യായയുക്തതയെ കുറിച്ച് തന്നെ തർക്കങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ രാജി പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല പത്രങ്ങളും പൊതുവെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ഇടക്കാല സ്റ്റേ എന്ന് കിട്ടേണ്ട ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വളരെ തിടുക്കപ്പെട്ട് ഒരു പെറ്റീഷനുമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ശ്രീ കെ ബാബുവിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് കിട്ടിയതും അവരെ സന്തോഷിപ്പിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയെ മൂവ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കോടതിയിൽ ഇന്ന് തന്നെ കൊടുത്ത് ഇന്ന് തന്നെ കേസ് എടുപ്പിക്കാനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ട്. അത് തന്നെയാണ്. അതായത് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അത്തരം രീതി, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ ഒരു അസ്വാഭാവികത കാണുന്നു.
അങ്ങനെ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിലേക്ക് തന്നെ പരിഗണിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു നീക്കം ഇന്ന് നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ജയശങ്കർ നിരീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ സുധീര വിഭാഗവും ഐ ഗ്രൂപ്പും ഒക്കെ പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ അജയ് തറയിലും ആർ ചന്ദ്രശേഖരനും ഒക്കെ രംഗത്തെത്തി കഴിഞ്ഞു. ഇങ്ങനെ ഒരു വല്ലാത്ത നീക്കം കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു. ഇതെല്ലാം അപ്പീലിനെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ താൽക്കാലിക ആശ്വാസം ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വരിക. അങ്ങനെ ഉമ്മൻചാണ്ടി ഏതുതരം നീക്കം ഈ ഘട്ടത്തിൽ ചെയ്യും, ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടി എന്നുള്ളത് ഒരുപക്ഷെ സുവ്യക്തമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ബെഞ്ചിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കാൻ ഒരു അസ്വാഭാവിക ഉത്സുകത ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള നിരീക്ഷണത്തിന് എന്തെങ്കിലും പിൻബലമുണ്ടോ ശ്രീ ജയശങ്കർ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ രീതിയിലുള്ള നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ പരാതിക്കാരന്റെ വക്കീലിന്റെ ഭാഗം കേൾക്കാതെ ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കിയ സാഹചര്യത്തിൽ ശ്രീ ഉബൈദിന്റെ നിഷ്പക്ഷതയെ കുറിച്ച് പോലും നിയമവൃത്തങ്ങളിൽ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പല ആളുകളും ഉബൈദ് ചെയ്തത് ശരിയായില്ല, അത് ഒരു ജുഡീഷ്യൽ പ്രൊപ്പറൈറ്റിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു നടപടി അല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അതെന്തൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ച് പരാമർശിക്കാമോ? അതെന്തൊക്കെയാണെന്ന്? അതായത് ഒരു കേസ് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനുമായി ബന്ധപ്പെട്ട കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന് ഒരു സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. ആ വിധിന്യായം കോടതിയിൽ സമർപ്പിക്കാൻ ഈ വട്ടുകുളത്തിന്റെ അഭിഭാഷകനായ ഹൂദ് അതിൽ തന്നെ ഒരു അവസരം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കേസ് ആദ്യഘട്ടത്തിൽ കേൾക്കുമ്പോൾ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചിട്ടില്ല, നോട്ടീസ് പോയി വന്നതിന് ശേഷമേ കേൾക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഒരു ഇടക്കാല ഉത്തരവ്, സ്റ്റേ ഉത്തരവ് പാസ്സാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമേ തീരുമാനിക്കാവൂ എന്ന് പറഞ്ഞു. ശ്രീ ഹൂദ് വളരെ സൗമ്യനും മിതഭാഷികമായ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം ആരുടെ അടുത്ത് അങ്ങനെ വഴക്കിന് പോകുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് കോടതിയിൽ രാവിലെ തന്നെ അത് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, വാദം പൂർണ്ണമായതിനു ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതിയിൽ ലഞ്ചിന് തിരിച്ചു വന്നപ്പോൾ ഉടനെ കോടതി ഉത്തരവ് പാസ്സാക്കുകയാണ് ചെയ്തത്. ഹൂദിന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം അവസരത്തിന് വേണ്ടി വീണ്ടും ചോദിച്ചെങ്കിലും കോടതി അത് ഗൗനിക്കാതെ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ പല നിയമപരമായ പല വശങ്ങളുണ്ട്. നമ്മൾ റിവേഴ്സൽ പെറ്റീഷനിൽ സ്റ്റേ കൊടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യാനാണ് 227 അനുസരിച്ച് റിട്ട് ഹർജി കൊടുത്തത്. അങ്ങനെ റിട്ട് ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇതിൽ നിയമപരമായ പല കുരുക്കുകളും ഉണ്ടായിരുന്നു. ആ കുരുക്കുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതിൽ പൊതുവെ ശരിയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്തിയാൽ ജയശങ്കർ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ നീക്കം ഇത്തരത്തിൽ നിയമവൃത്തങ്ങൾ പോലും ആശങ്കയുടെ നിഴലിൽ ചർച്ച ചെയ്യുന്ന ഒരു ബെഞ്ചിലേക്ക് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ ഒരു അതിരുകടന്ന നീക്കം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായി. അത് ഒരുപക്ഷെ ശരിയായിരിക്കാമെന്ന് താങ്കൾ നിരീക്ഷിച്ചു. അതിൽ തുടർന്നാൽ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് സത്യത്തിൽ സങ്കടകരമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു നീതിന്യായ സ്ഥാപനം, ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഇന്റഗ്രിറ്റി തന്നെ സംശയാസ്പദമായ ഒരു സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടുത്തുന്ന കാര്യം. രാഷ്ട്രീയക്കാരെ അഴിമതി നടത്തുന്നതും കേസുണ്ടാകുന്നതൊന്നും ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഒരു നീതിന്യായ സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മതിപ്പുണ്ട്. ആ മതിപ്പ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെടും. അതാണ്. അതായത് ശ്രീ ജയശങ്കർ, 3 കാര്യങ്ങളാണ് പ്രധാനമായും ജസ്റ്റിസ് ഉബൈദുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഒരുപക്ഷെ കോടതി ലക്ഷ്യത്തിന്റെ പരിധിയിലേക്ക് പോകില്ല എങ്കിൽ ലാവ്ലിൻ കേസിലെ ഉപഹർജിയുമായി ബന്ധപ്പെട്ട നീക്കം ഇതേ ബെഞ്ചിൽ നിന്നുമുണ്ടായി. CBI കോടതിയുടെ വിധി ആ ഘട്ടത്തിൽ വിമർശിച്ചത്. 3, ബാബുവിനെതിരായ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യുന്ന ഇതിലേക്ക് പോയത്. ഇങ്ങനെ ഒട്ടേറെ ദുരൂഹമായ രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളും നിയമവൃത്തങ്ങളും ചർച്ച ചെയ്യുന്നു ഈ ബെഞ്ചിനെ കുറിച്ച്. തീർച്ചയായിട്ടും അല്ല, കോടതി അലക്ഷ്യത്തൊന്നും പേടിക്കുന്ന ആളല്ല അഡ്വക്കേറ്റ് ജയശങ്കർ. നിങ്ങൾക്ക് അറിയാമല്ലോ, പേടിക്കുന്ന ഏറ്റവും അവസ്ഥകളായിരിക്കും ഞാൻ. കോടതി അലക്ഷ്യമൊക്കെ ജയശങ്കറിന് പുല്ലാണ്, അത് വേറെ കാര്യം. ഒരാൾ തെറ്റിയതെന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഒക്കെ എനിക്ക് മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഉബൈദിനൊന്നും പേടിച്ച് ഞാൻ എന്റെ അഭിപ്രായം പറയാതിരിക്കുന്ന ആളല്ല. ഹൈക്കോടതിക്ക് സ്റ്റേ ചെയ്യാനുള്ള അധികാരമുണ്ട്, സ്റ്റേ ചെയ്യാം. അതിനുള്ള വിവേചന അധികാരം ഹൈക്കോടതിക്കുണ്ട്. പക്ഷേ പരാതിക്കാരന്റെ, അതായത് ജോർജ് വട്ടുകുളത്തിന്റെ അഭിഭാഷകൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അവസരം നൽകാതെ ആളവിടെ ഇരിക്കുമ്പോൾ അത് നിയമപരമായ കാര്യങ്ങൾ പരിഗണിച്ച്, അല്ലെങ്കിൽ ഒരു വാചകത്തിൽ സ്റ്റേ കൊടുക്കുന്നതാണെങ്കിൽ മനസ്സിലാക്കാം, നോട്ടീസ് ആൻഡ് ഇന്ററിം സ്റ്റേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. വളരെ വിശദമായ ഓർഡർ പാസ്സാക്കണം. അങ്ങനെ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു അവസരം ചോദിച്ച സ്ഥിതിക്ക് ആ അവസരം നൽകേണ്ടതായിരുന്നു. അദ്ദേഹം ചെയ്തത് ശരിയല്ല, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു നടപടിയാണ് ജസ്റ്റിസ് ഉബൈദിന്റെ ഭാഗത്ത് ഉണ്ടായതെന്ന് പറയാനായിട്ട് എനിക്കൊരു പേടിയില്ല. ഇനിയിപ്പോ അതിന്റെ പേരിൽ കോടതി ലക്ഷം എടുത്തല്ല തൂക്കി കൊന്നാലും വിരോധമില്ല, ഞാൻ പറയാനുള്ള പറയും. തീർച്ചയായും
തീർച്ചയായും ശ്രീ വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീനിലേക്ക് പോയാൽ, താജുദ്ദീൻ, ഇത്തരത്തിൽ ഹൈക്കോർട്ടിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, നിയമപരമായി ഒട്ടേറെ കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് പറയാനുണ്ട് എന്നൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കുവച്ച കാര്യങ്ങളിൽ അക്കമിടാൻ പറ്റുന്നത് ഒരു അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്റ്റേ നൽകാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം, വട്ടുകുളത്തിന്റെ അഭിഭാഷകൻ ഈ നിർദ്ദേശം കൂടി പരിഗണിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി സമീപിക്കാനുള്ള സമയം അനുവദിക്കാതിരിക്കൽ, ഇങ്ങനെ ഒട്ടേറെ അഭ്യൂഹങ്ങളും ദുരൂഹതകളും നിയമവൃത്തങ്ങൾ തന്നെ നിരീക്ഷിക്കുന്ന ഒരു ബെഞ്ചിലേക്ക് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്, ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒക്കെയും രാഷ്ട്രീയമായി ഇത്തരത്തിലൊരു വേർതിരിവുണ്ടായിട്ടുണ്ട് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ ബെഞ്ചിലേക്ക് തന്നെ ഉമ്മൻചാണ്ടി കേന്ദ്രീകരിക്കപ്പെടുന്നു, അതും ചില ഉത്സുകമായ അതിരുകടന്ന നീക്കങ്ങളിലൂടെ. ഇതാണോ നിയമവൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ശ്രീ താജുദ്ദീൻ. അത് അസാധാരണമായ നടപടിക്രമങ്ങളാണ് ഇന്ന് ഉമ്മൻചാണ്ടിക്കും ആര്യാട് മുഹമ്മദിനും വേണ്ടി അവരുടെ അഭിഭാഷകൻ എന്തൊക്കെ എണ്ണി പറഞ്ഞാൽ അസാധാരണ നടപടി എന്തൊക്കെ എണ്ണി പറഞ്ഞാൽ? സാധാരണഗതിയിൽ കേസുകൾ ഫയൽ ചെയ്താൽ തൊട്ടടുത്ത ദിവസമാണ് അതിൽ പ്രാഥമിക വാദം കേൾക്കുക. അതായത് ഇന്ന് ഫയൽ ചെയ്യുന്ന കേസുകൾ നാളെ പ്രാഥമിക വാദം കേൾക്കുക എന്നതാണ് സാധാരണ രീതി. എന്നാൽ അന്ന് തന്നെ കേസിൽ പ്രാഥമിക വാദം കേൾക്കണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി ബെഞ്ചിൽ നിന്നും ആവശ്യമാണ്. എന്നാൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ അത്തരം അനുവാദം ആവശ്യമില്ല. കാരണം തൊട്ട് തലേ ദിവസം ഞായറാഴ്ച അവധി ആയതിനാൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഹൈക്കോടതി അവധിയാണ് എന്ന സാഹചര്യത്തിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ടുഡേ മൂവിംഗ് എന്ന സംവിധാനം ഹൈക്കോടതി രജിസ്ട്രി നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഹർജി 12 മണിക്ക് മുമ്പ് ഫയൽ ചെയ്താൽ അന്ന് ഉച്ചകഴിഞ്ഞ് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ രജിസ്ട്രി തന്നെ അതിനുള്ള സംവിധാനം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ സാധാരണമായ ഒരു സംഭവവികാസമാണ് ഇന്നുണ്ടായത്. രാവിലെ തന്നെ ബെഞ്ചിൽ നിന്നും ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കാൻ ഉള്ള നിർദ്ദേശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതേ ബെഞ്ചിൽ തന്നെ അനുവാദം വാങ്ങുന്ന അസാധാരണമായ സംഭവമാണ് ഇന്നുണ്ടായത്. അതായത് ഏതെങ്കിലും പ്രത്യേക ബെഞ്ച് പ്രത്യേകം അനുമതി നൽകിയാൽ ആ ബെഞ്ചിലേക്ക് തന്നെ കേസ് അയക്കും. അതിന് ആവശ്യമില്ലാതിരുന്നിട്ടും അത്തരം ഒരു അസാധാരണമായ നടപടിക്രമം ഉമ്മൻചാണ്ടിക്കും ആര്യാട് മുഹമ്മദിനും വേണ്ടി അഭിഭാഷകൻ രാവിലെ കൈക്കൊണ്ടു എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ അസാധാരണമായ സംഭവവികാസം എന്നുള്ളത്. ഒരു സംശയം, പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉമ്മൻചാണ്ടി നടത്തിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അപേക്ഷ ഉബൈദ് അല്ലാതെ മറ്റാരെങ്കിലും പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നോ? തീർച്ചയായും അക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കാനാവില്ല. കാരണം രജിസ്ട്രിയാണ് ഏത് കേസ് ഏത് ബെഞ്ച് പരിഗണിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതായത് രജിസ്റ്റർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇത്തരമൊരു നിലപാടിലേക്ക് ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും പോയി. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. പരിഗണിക്കേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഭരണഘടനയുടെ 227 അനുച്ഛേദ പ്രകാരം ഫയൽ ചെയ്യുന്ന ഹർജി ആയതിനാൽ കീഴ്ക്കോടതിയുടെ അധികാരപരിധി ലംഘിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഇത് ഏത് ബെഞ്ച് പരിഗണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി രജിസ്ട്രിയാണ്. അത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് ജസ്റ്റിസ് ഏതെങ്കിലും പ്രത്യേക ബെഞ്ച് തന്നെ ഇത് പരിഗണിക്കണം എന്ന് വരുത്തുന്നതിനോ അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്നതിനോ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത്. ഒരു അനുമതി ആവശ്യമില്ല, ബെഞ്ചിൽ നിന്നും അനുമതി ആവശ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഒരു പ്രത്യേക അനുമതി രാവിലെ തന്നെ അഭിഭാഷകനെത്തി ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്യുന്നുണ്ടെന്നും അത് ഹർജി അടിയന്തരമായ വാദം കേൾക്കാൻ അനുമതി വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ അത്തരം ഒരു അനുമതി ആവശ്യമില്ല. ഒരു പ്രത്യേക ബെഞ്ച് ഒരു അനുമതി നൽകി കഴിഞ്ഞാൽ അത്തരം ഒരു അനുമതി നൽകിയ ബെഞ്ചിലേക്ക് തന്നെ ആ കേസ് അയക്കും എന്ന സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും അഭിഭാഷകൻ അത്തരം ഒരു അസാധാരണമായ നടപടി സ്വീകരിച്ചതെന്നാണ് നിയമവൃത്തങ്ങളിൽ ആക്ഷേപം പോയിരുന്നത്. താജുദ്ദീൻ, ഒരു കാര്യം കൂടി, അതായത് ഉബൈദ് പ്രധാനമായും പരിഗണിച്ച ഈ അടുത്തുള്ള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ്, അതിന്റെ വിധികൾ എപ്രകാരമാണ് എന്നതൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നു? ഒരുപക്ഷെ ബാർ കേസിൽ ബാബുവിന്റെ കാര്യവും സോളാർ കേസല്ല ലാവ്ലിൻ കേസിലെ കാര്യവും ഒക്കെ അജീം ഷാദി ചോദിച്ചു. മാണിയുടെ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉബൈദിന്റെ ബെഞ്ചിലേക്ക് വരുന്നുണ്ടായിരുന്നോ? അത്തരത്തിൽ കേസുകളുടെ ലിസ്റ്റ് ഓർമ്മയിലുണ്ടോ? തീർച്ചയായും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന അപ്പീൽ കേസുകളും റിവിഷൻ ഹർജികളും പരിഗണിക്കാനുള്ള വിഷയങ്ങളാണ് ജസ്റ്റിസ് പി ഉബൈദിന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 6-7 മാസക്കാലമായി ഇത്തരം ഒരു ഹർജികളാണ് ആ ബെഞ്ച് പരിഗണിക്കുന്നത്. അതിന്റെ ആ സാഹചര്യത്തിലാണ്
അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ലാവ്ലിൻ കേസും ഒപ്പം തന്നെ മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയും ഇതേ ബെഞ്ച് തന്നെ പരിഗണിച്ചത്. ഈ രണ്ട് കേസുകളിലും ആദ്യം പരിഗണിച്ച ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നു. വിചാരണ കോടതി കുറ്റാരോപിതരായ ആളുകളെ ഒഴിവാക്കിയ രണ്ട് കേസിലും സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഉത്തരവ് ആ ബെഞ്ചിൽ നിന്നുണ്ടായി. തീർച്ചയായും സർക്കാർ കേസിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ലാവ്ലിൻ കേസിൽ തീർച്ചയായും രാവിലെ തന്നെ സർക്കാരിനെ കക്ഷിയാക്കുകയായിരുന്നു. ഒപ്പം ഉടൻ തന്നെ പിന്നീട് കേസ് ഉടനടി വാദം കേൾക്കണമെന്ന അപേക്ഷയും കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു. രണ്ട് ഹർജികളാണ് ലാവ്ലിൻ കേസിൽ സർക്കാർ ഫയൽ ചെയ്തത്. ഒന്ന്, കേസിൽ CBI സമർപ്പിച്ച റിവിഷൻ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള ലൈനിൽ തുടരുക. ഇപ്പോൾ VS സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, അസാധാരണമായ ഒരു നടപടിയുമായി സർക്കാർ കോടതിയിലേക്ക് പോകുന്നു. സർക്കാരിന്റെ അസാധാരണമായ നടപടി ഒരു പ്രത്യേക ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിസ് ഉബൈദിനെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കേസ് പരിഗണിക്കണം, ആര്യാടൻ മുഹമ്മദിന്റെ കേസ് പരിഗണിക്കണം എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവവികാസങ്ങൾ, അതിനെ ആ ബെഞ്ച് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സംഭവവികാസം, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് ഹൈക്കോടതിയിലെ ചില സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി നടക്കുന്ന ബെഞ്ച് ഹണ്ടിങ് എന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ഈ ഹൈക്കോടതിയിൽ തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതാൻ എളുപ്പമുള്ള ഒരു ബെഞ്ചിനെ കണ്ടെത്തി ആ ബെഞ്ചിൽ തന്നെ ഇത് വരണമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഞ്ച് ഹണ്ടിങ് എന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് ഈ വിജിലൻസ് കോടതിയുടെ കേസിനെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഒരുപക്ഷെ നമുക്ക് വിധി മുൻകൂട്ടി കാണാനാകുമെന്നർത്ഥം. തീർച്ചയായിട്ടും ഇത് ബാബുവിന്റെ കേസിന് സ്റ്റേ കൊടുത്ത ഒരു ബെഞ്ചിലേക്ക് തന്നെ ഇത് വരുന്നതിന്റെ പിന്നിലുള്ള താല്പര്യമാണ്. പക്ഷെ ബാബുവിന്റെ കേസും ഇതും തമ്മിൽ അടിസ്ഥാനപരമായി വളരെ വ്യത്യാസമുണ്ട്. കാരണം കെ ബാബുവിന്റെ കേസിനകത്ത് വിജിലൻസ് കോടതി തന്നെ ഒരു ചുക്ക് വെരിഫിക്കേഷന് വേണ്ടി ഉത്തരവിടുകയും ആ ചുക്ക് വെരിഫിക്കേഷൻ നീട്ടിക്കിട്ടണമെന്ന് അതേ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ നീട്ടിക്കൊടുക്കാതെ അവര് ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ പരിഗണിച്ച് അതിന് ഇരിക്കുന്ന സമയത്ത് ലോവർ കോടതിയിൽ വിധി പ്രസ്താവിക്കാമോ എന്നൊരു പ്രൊസീജിയർ എറർ കൂടി നിലനിൽക്കുമ്പോഴാണ് ആ വിധി ഉണ്ടായത്. ആ വിധിയുടെ അന്തസ്സത്ത തെറ്റായിരുന്നില്ല. എന്നാൽ പക്ഷെ അതിന്റെ പ്രൊസീജിയർ എറർ ചൂണ്ടിക്കാണിക്കാൻ അവസരം ഉണ്ടായി. പക്ഷെ കെ ബാബുവിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം, ഒരു വിജിലൻസ് കോടതിയിൽ ഒരു കേസ് വന്നാൽ ആ കേസ് പരിഗണിക്കുന്ന വിജിലൻസ് ജഡ്ജിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ കേസിന്മേൽ ഒരു ചുക്ക് വെരിഫിക്കേഷൻ ഉത്തരവിടാം. രണ്ടാമത്തെ കാര്യം, കോടതിക്ക് നേരിട്ട് കേസെടുക്കണം എന്നാവശ്യപ്പെടാം. കേസെടുക്കാം 200 CRPC 200 അനുസരിച്ച് കേസെടുക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ 156(3) അനുസരിച്ച് ഈ കോടതിക്ക് പിന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെടാം. ഇത് 3 വകുപ്പുകൾ പ്രകാരം ആ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായി സരിത എന്ന ഈ കേസിലെ കക്ഷി ഒരു കൊഗനൈസബിൾ ഓഫൻസ് സ്വയം ചെയ്തു എന്ന് പറയുകയും മറ്റുള്ളവർ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്ന കാര്യം ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ ഓർട്ടേറ്റ് അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന, ഒരു മൊഴിയാണ്. ഈ മൊഴി കോടതിയുടെ മുൻപാകെ നിൽക്കുമ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും നിലവിലുള്ള സാഹചര്യത്തിൽ 156(3) പ്രകാരം വിജിലൻസ് കോടതിയുടെ അധികാരപരിധി ലംഘിക്കാതെ അധികാരപരിധിക്ക് അകത്തുനിന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു വിധിയാണ്. അതുകൊണ്ട് നിയമപരമായി ഈ കേസിൽ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ നിലയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു ബെഞ്ച് ഹണ്ടിങ് എന്ന രൂപേണ ഉബൈദിന്റെ കോടതിയിൽ തന്നെ ബെഞ്ചിൽ തന്നെ ഇത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ VS സുനിൽകുമാർ തുടരുക. ഞങ്ങളുടെ നിയമകാര്യ ലേഖൻ PP താജുദ്ദീൻ നമ്മോടൊപ്പം ഉണ്ട്. താജുദ്ദീൻ, ഇനി ഉബൈദിന്റെ ബെഞ്ച് തന്നെ ആയിരിക്കുമോ ഈ കേസ് പരിഗണിക്കുക? അതിനുള്ള മറ്റ് ബെഞ്ചുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകളൊക്കെ മങ്ങിയോ? രാജീവ്, തീർച്ചയായും ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ച് തന്നെ ആവും. ഈ രണ്ട് ഹർജികളും ഫയൽ ചെയ്താൽ എന്ന് ഞാൻ പറയുന്നത് ഫയൽ ചെയ്യാനുള്ള അനുവാദം കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇന്ന് തന്നെ ഹർജി ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ ആ ഫയൽ ചെയ്യുന്ന ഹർജികൾ ഇന്ന് തന്നെ കോടതി പരിഗണിക്കാനുമുള്ള അനുവാദമാണ് വാങ്ങിയിട്ടുള്ളത്. അത്തരം 2 ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടാൽ ഇന്ന് ഫയൽ ചെയ്യപ്പെട്ടാൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് ആ ഒരു പ്രത്യേക ബെഞ്ചിൽ നിന്നും തന്നെ ഹർജി വാദം കേൾക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇന്ന് അത്തരമൊരു ആവശ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും അത്തരമൊരു അനുമതി രാവിലെ അഭിഭാഷകൻ കോടതിയിലെത്തി ബെഞ്ചിൽ നിന്നും കേസ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ കേസ് വാദം കേൾക്കാനും ഇന്ന് തന്നെ വാദം കേൾക്കാനുമുള്ള പ്രത്യേക അനുമതി വാങ്ങിയത്. ബഹുമാനപ്പെട്ട സുനിൽകുമാർ വ്യക്തമാക്കിയ കാര്യം ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ലളിതകുമാരി കേസിലെ നിർദ്ദേശം, ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ള നിർദ്ദേശം അന്വേഷണ ഏജൻസിക്ക് മാത്രമാണ് ബാധകമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാണ്. അത് ഒരു വിചാരണ കോടതിയെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയോ സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാധകമല്ല.
ആ സാഹചര്യത്തിലാണ് 156(3) ക്രിമിനൽ നടപടി നിയമത്തിലെ 186(3) വകുപ്പ് പ്രകാരം തന്റെ മുന്നിൽ കിട്ടിയ ഒരു സ്വകാര്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചത്. വളരെ വ്യക്തമാണ്. ആ അധികാരവും മജിസ്ട്രേറ്റിന്റെ അധികാരം, അതായത് വിജിലൻസ് കോടതിയുടെ അധികാരം 156(3) വകുപ്പ് പ്രകാരമുള്ള അധികാരത്തിന് ലളിതകുമാരി കേസിലെ മാനദണ്ഡങ്ങൾ തടസ്സമല്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് ഇന്നലെയും മന്ത്രി കെ ബാബുവിന്റെ കേസിലും പരാതിക്കാരനായ ജോർജ് വട്ടുകുളത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. തന്റെ വാദം കൂടി കേൾക്കണമെന്ന് രാവിലെ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് ഉച്ചതിരിഞ്ഞ കേസ് വാദം കേൾക്കുമ്പോൾ അവസരം തരാമെന്ന് വ്യക്തമാക്കിയെങ്കിലും അത്തരമൊരു അവസരം നൽകാതെ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ അഭിഭാഷകൻ കോടതിയിൽ ഒരു വാദവും ഉന്നയിച്ചു. വിജിലൻസ് കോടതി ജുഡീഷ്യൽ മര്യാദ കാട്ടിയില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ ഹൈക്കോടതി തന്നെ ജുഡീഷ്യൽ മര്യാദ കാട്ടാതിരിക്കുന്ന സാഹചര്യമാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. TV ഹൂദ് ജോർജ് വട്ടുകുളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി ജുഡീഷ്യൽ മര്യാദ ലംഘിക്കുന്നു എന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അത്തരം ഒരു അസാധാരണമായ വാദവും ഇന്നലെ കോടതി മുമ്പാകെ അരങ്ങേറുകയുണ്ടായി. രാജി അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, സർക്കാർ ഒരു ജഡ്ജിനെ തന്നെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആ ബെഞ്ചിൽ തന്നെ വാദം കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ആണോ? ഹലോ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടോ? ഹലോ, ഞാൻ സുനിലാണ്. തീർച്ചയായും VS സുനിൽകുമാർ, താങ്കളോട് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ചോദിച്ച ഒരു ചോദ്യം ജയശങ്കർ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ചോദിച്ചത്. താങ്കൾക്കും അതേ സംബന്ധിച്ച് ഉത്തരം പറയാം. അതായത് ഇങ്ങനെ ഒരു കേസ് ഈ ഒരു ബെഞ്ച് തന്നെ പരിഗണിക്കണം എന്ന തരത്തിലേക്കുള്ള നീക്കം, അതിനെ ഏത് രീതിയിലാണ് കാണാനാകുന്നത്? നിയമവൃത്തങ്ങൾ പോലും അസ്വാഭാവികവും അസാധാരണവുമായ നീക്കം ഇതിൽ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ, അതായത് അനർഹമായൊരു വിധി ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ പരിശ്രമം എന്ന് വേണമെങ്കിൽ ഇതിനെ ചുരുക്കി പറയാം. അനർഹമായിട്ടൊരു വിധി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വിജിലൻസ് കോടതിയുടെ വിധി 156(3) എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഈ വിജിലൻസ് കോടതിയുടെ ജഡ്ജിനുള്ള അധികാരം വെച്ചുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് മറ്റ് കേസ് നേരത്തെ ബാബുവിന്റെ കേസിലെടുത്ത പോലെ അനാവശ്യമായ ഒരു ധൃതി കാണിച്ചു എന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല. കാരണം വളരെ വ്യക്തമായി അതിനകത്ത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് അതിന് സാക്ഷി സ്വയം പറഞ്ഞിരിക്കുകയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ സെക്ഷൻ 2 അനുസരിച്ച് ഒരാൾ കൈക്കൂലി കൊടുത്തതിന് സ്വയം ഓർത്തനുസരിച്ച് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ആവശ്യം തന്നെ ഒതുക്കുന്നില്ല. കോടതിക്ക് മുൻപാകെ ഫാക്ട് നിൽക്കുകയാണ്. അത് കാര്യത്തിൽ കോടതി അങ്ങനെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞൊരു കക്ഷിയെ പ്രതിയാക്കി അന്വേഷിക്കാൻ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് സുപ്രീം കോടതിയുടെ തത്വത്തിന് എതിരായിട്ടുള്ള കാര്യമില്ല. പിന്നെ ലളിതകുമാരി കേസിൽ നേരത്തെ നിയമകാര്യ മേഖലയിൽ ചൂണ്ടിക്കാണിച്ച പോലെ ലളിതകുമാരി കേസിലെ ഡയറക്ഷൻസ് അത് അന്വേഷണ സംഘത്തിനുള്ള ഡയറക്ഷനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളതാണ്, അല്ലാതെ കോടതിക്കുള്ള ഡയറക്ഷൻ അല്ല. അപ്പൊ കോടതിക്ക് മുൻപാകെ ഈ കേസിൽ വരാതിരിക്കുന്ന സാഹചര്യത്തിലാണ് FIR എതിരെന്ന് പോലീസിനെ പറയുന്നത്. പോലീസ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷനാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ ബാധകമായിരിക്കുന്നത്. അതിൽ കോടതി ഒരു വിചാരണ കോടതിയുടെ മുമ്പിൽ അത് ബാധകമാകുന്ന പ്രശ്നിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ക്വിക്ക് വെരിഫിക്കേഷനോ ലളിതകുമാരി കേസുകളൊക്കെ അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടൊരു ഒരു വെർഡിക്റ്റാണ് വിജിലൻസ് കോടതിയുടെ ജഡ്ജി നടത്തിയിരിക്കുന്നത്. അതിന് ചലഞ്ച് ചെയ്യാൻ കഴിയാത്തതാണ്. പക്ഷേ ഇത് അധികാരം നിർവിനിയോഗം നടത്തിക്കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കും ആരുടെ മുമ്പിനും വേണ്ടി സ്വകാര്യ ജഡ്ജി ഹാജരാകുമ്പോൾ അവിടെ സർക്കാർ അഭിഭാഷകൻ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കൗതുകത്തോട് നോക്കിയിരിക്കുന്ന കാര്യമാണ്. സർക്കാർ അഭിഭാഷകന്റെ ചോദ്യം എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരിക്കും? കാരണം ഒരു ക്രൈം നടന്നാൽ, ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സർക്കാർ വാദിയാണ്. ആ വാദിയായിരിക്കുന്ന സർക്കാരും സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആള് പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അവിടെ നീതിന്യായ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കാൻ എന്ത് നിലപാട് എടുക്കുന്നു എന്നുള്ളത് നിയമവ്യവസ്ഥകളും ജനങ്ങളും നോക്കിക്കാണുന്ന വിഷയമാണ്. ശ്രീ VS സുനിൽകുമാർ, അതുപോലെ തന്നെ ഈ ജഡ്ജിയിൽ രാഷ്ട്രീയം ആരോപിക്കുന്നതല്ല, പക്ഷേ ഉബൈദിന്റെ നടപടികളിൽ പലപ്പോഴും നിയമവൃത്തങ്ങളിൽ നിന്നുള്ള സംശയം വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണോ ഇത്തരത്തിൽ ഉബൈദിനെ തന്നെ സമീപിക്കാൻ ഒരു വളഞ്ഞ വഴി സർക്കാർ സ്വീകരിക്കുന്നത്? അല്ല, സർക്കാരല്ല, ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് അനർഹമായിട്ടുള്ള ഒരു സ്റ്റേ സമ്പാദിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഗൂഢശ്രമമാണ് ബെഞ്ച് ഹണ്ടിങ് എന്ന ഈ ഒരു രണ്ടാം തരം പരിപാടി ഉമ്മൻചാണ്ടി സംഘവും നടത്തിയിരിക്കുന്നത്.
അത് തന്നെയാണ്. താജുദ്ദീനിലേക്ക് പോയാൽ, താജുദ്ദീൻ, തൃശൂർ വിജിലൻസ് കോടതിയുടെ ജുറിസ്ഡിക്ഷൻ ലംഘിച്ചു, അത് അത്തരത്തിൽ പരിധികൾ ലംഘിക്കുന്നതാണ് എന്നൊരു കോൺഗ്രസ് വാദമാണ് ഇന്നലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പീപ്പിൾ ടിവിയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കന്മാരടക്കം പറഞ്ഞത്. ഒരുപക്ഷെ സ്വകാര്യ അപ്പീലിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അത്തരം വാദങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമോ? നിയമപരമായ ഒരു സംശയം കൂടി. താജുദ്ദീൻ ലഭ്യമല്ല. വി എസ് സുനിൽകുമാറിലേക്കും, അതായത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവിലേക്ക് തന്നെ വന്നാൽ, രാജീവ്, ഇത്തരത്തിലൊരു നീക്കം, അസ്വാഭാവികവും അസാധാരണവുമായ നീക്കം, ഒരുപക്ഷെ പീപ്പിൾ ടി വി സോളാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ഫോൺ രേഖകൾ അടക്കമുള്ള ആദ്യ തെളിവുകൾ, അതിനുശേഷം തുടർന്ന് 18ഓളം എക്സ്ക്ലൂസീവ് തെളിവുകൾ ഒക്കെ ഇന്ന് സോളാർ കമ്മീഷന്റെ മുന്നിൽ എത്തിക്കുമ്പോൾ സോളാർ കമ്മീഷൻ പോലും അംഗീകരിക്കുന്നു പീപ്പിൾ ടി വിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശങ്ങൾ. ഈ സംഭവ വികാസത്തിന്റെ നിർണായകമായ പരിണാമ ദിശകളിലൊക്കെയും ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആരോപണ വിധേയർ നടത്തിയ ഒരുപാട് നീക്കങ്ങളെ നമുക്കറിയാം. പക്ഷെ നിയമപരമായി കൂടി ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ കൂടി നടക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണോ ഇന്ന് ജസ്റ്റിസ് ഉബൈദിന് വേണ്ടിയുള്ള ഒരു വാശി ഉമ്മൻചാണ്ടി കാണിക്കുന്നത്? നിയമവൃത്തങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സമഗ്രമായ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകേണ്ടതില്ലേ? തീർച്ചയായും അജിംഷാദ്, സരിതയുടെ വിസ്താരം തുടങ്ങിയിരിക്കുന്നു, അതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് തൊട്ട് മുമ്പായി നമുക്ക് പറയാനുള്ള കാര്യം, ഇന്ന് ഒരു ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു വിധി വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടി വെക്കേണ്ട ഒരു സംഭവം സംജാതമാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാരും ഉമ്മൻചാണ്ടിയും എന്ത് നടപടിയും സ്വീകരിക്കുമെന്ന് വ്യക്തമാണ്. ഇതിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് വളരെ അസാധാരണവും അസ്വാഭാവികവുമായിട്ടുള്ള നടപടിയാണ്. രജിസ്ട്രാർ ഒരു ബെഞ്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ജഡ്ജിനെ നേരിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ ഒരു ഹർജി ഫയൽ ചെയ്യുക, ആ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുക, ജഡ്ജി അത് അംഗീകരിക്കുക. ഇതൊക്കെ തന്നെ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അസാധാരണമായ നടപടിക്രമമാണ്. ഒരു പക്ഷേ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ തന്നെ തന്റെയും ആര്യാടൻ മുഹമ്മദിന്റെയും ഹർജികൾ വരണമെന്ന്, സ്വകാര്യ ഹർജികൾ വരണമെന്ന് ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ആഗ്രഹിച്ചിരിക്കാം. ഇതിനുള്ള വളഞ്ഞ വഴിയാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. സരിതയുടെ വെളിപ്പെടുത്തലിലേക്ക് നീങ്ങാം. സരിതയുടെ വിസ്താരം ആരംഭിച്ചു കഴിഞ്ഞു. കടപ്പളാമറ്റത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ട കാര്യം മൊഴി നൽകിയിരുന്നു എന്ന് സരിത ഇന്നലെ പറഞ്ഞിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. റിന്യൂവബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലുള്ള കമ്പനിയെ കുറിച്ച്, അങ്ങനെ ഒരു കമ്പനി രൂപവൽക്കരിക്കാം എന്ന് തീരുമാനമെടുക്കാനാണ് മുഖ്യമന്ത്രി കടപ്പളാമറ്റത്തേക്ക് സരിതയെ വിളിച്ചു വരുത്തിയത് എന്നാണ് നമുക്ക് നമ്മൾ രഹസ്യം പറയുന്നതായി വിട്ടിരുന്ന ആ ചിത്രത്തിൽ പറഞ്ഞ കാര്യം. അതിൽ 2 ദിവസത്തിനുള്ള അത് ശരിയാക്കാമെന്ന് പറഞ്ഞതും ഡ്രാഫ്റ്റ് സരിത കൈമാറി എന്ന് പറഞ്ഞതുമായ സംഭവം, ഇത് ചാണ്ടി ഉമ്മനും ചേർന്നുള്ള കമ്പനിയാണ് എന്ന. ചാണ്ടി ഉമ്മൻ നമുക്കെല്ലാം അറിയാം, മുഖ്യമന്ത്രിയുടെ മകനാണ്. മുഖ്യമന്ത്രിയുടെ മകനുമായി ഒരു സോളാർ കമ്പനി തുടങ്ങാൻ മുഖ്യമന്ത്രി ആഗ്രഹിച്ചിരുന്നു എന്നാണ് സരിത പറയുന്നത്.